എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2616 യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. അതാണ് ഏറ്റവും പരമപ്രധാനമായ പോയിന്റ്. തൻ്റെ മരണവും പുനരുത്ഥാനവുമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ചരിത്ര സംഭവം. ആ സംഭവത്തിൻ്റെ ശക്തി പിന്നോട്ടും പോകാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച്, പിന്നോട്ട് പോകാം, അത് മുൻകൂട്ടി നൽകാം. അതാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്തുണ്ടായ അടയാളങ്ങൾ. നമ്മൾ കേട്ടു. കുഷ്ഠരോഗി, ജൈറസ്, കാനാൻകാരി സ്ത്രീ, നല്ല കള്ളൻ. ഇതെല്ലാം വാക്കുകളിലൂടെ, അവരുടെ പ്രാർത്ഥന വിശ്വാസവും വാക്കുകളുമാണ്. അവരുടെ വിശ്വാസം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇനി അടുത്തത് നിശബ്ദതയിലൂടെയോ കേട്ടോ. അടുത്തത് മറ്റൊരു കൂട്ടർ വാക്കുകളില്ലാതെ, എന്നാൽ അവരുടെ വിശ്വാസം നിശബ്ദമായിട്ട് ചില പ്രവൃത്തികളിലൂടെ പ്രകടമാക്കി. അതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. തളർവാദക്കാരനെ ചുമന്നവർ. അപ്പോൾ അതിൻ്റെ മുഴുവൻ എപ്പിസോഡ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത്, ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി, പിന്നെ കണ്ണുനീരും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി. പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രമിക്കുന്നു. ഇവരെല്ലാം പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രമിക്കുന്നു. പിന്നെ അടുത്തത്, ദാവീദിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ, അല്ലെങ്കിൽ യേശുവേ ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്നുള്ള അന്ധന്മാരുടെ തീഷ്ണമായ നിലവിളി ഈശോ ജപം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗതമായ പ്രാർത്ഥനയിൽ ആവർത്തിക്കപ്പെടുന്നു. കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ മോചിക്കുകയോ ചെയ്തുകൊണ്ട് യേശു വിശ്വാസപ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. മർക്കോസ് 5-ാം അധ്യായം 25-ാമത്തെ വചനമാണ് ഇത്. നമ്മൾ ജെയ്റസിൻ്റെ സംഭവം പഠിച്ചപ്പോൾ അല്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. എങ്കിലും ഇപ്പോൾ നമ്മൾ അതിനെ ഒഫീഷ്യലായിട്ട് പഠിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഈ സംഭവങ്ങളെല്ലാം യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും മുൻകൂർ അനുഭവത്തെ നൽകുന്നതാണ്. മുൻകൂർ അനുഭവത്തെ. 5:25 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. കണ്ടോ? കാനാൻകാരിയുടെ കാര്യത്തിൽ ഇതാ പറയുന്നത്, അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. അങ്ങനെ കേൾവിയിലൂടെ അവൾക്ക് വിശ്വാസം കിട്ടി.
അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവളോ സ്ഥൈര്യലേപനം സ്വീകരിച്ചവളോ അല്ല, അവൾ ഒരു യഹൂദയുമല്ല. യേശുവിനെക്കുറിച്ച് ചുമ്മാ കേട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അപ്പോൾ എന്ത് ബോധ്യത്തിലാണ് അവൾ സ്പർശിച്ചത്? അതാണ് ഇവിടെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. നമ്മൾ യേശുവിനെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കുകയും യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും കൂടി ചെയ്യുന്നവരാണ് നമ്മൾ. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ഇതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവിടെയാണ് വിശ്വാസത്തിൻ്റെ കഴമ്പ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴമ്പ്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. 2 കൊറിന്ത്യോസ് 13:5 ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. 2 കൊറിന്ത്യോസ് 13:5, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസക്കുറവ്. നമ്മുടെ വിശ്വാസക്കുറവ് എന്ന് പറയുന്നത് എന്താ? കൃത്യമായിട്ട് ഞാൻ പറയാം, നമ്മുടെ അപകർഷതാബോധം. ഞാനിത് പല പ്രാവശ്യം പറയാറുള്ളതാണ്, അത് പറയുന്നത് നല്ലതാണ്. നമ്മൾ എത്രത്തോളം പറഞ്ഞിട്ടും നമുക്ക് അതിനകത്തേക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ ഈശോ സ്നേഹിക്കുന്നുവെന്നും, നമ്മുടെ പാപത്തെ കണ്ടിട്ട് ഈശോ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല. നമ്മൾ പാപിയായിരിക്കെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് ഇന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യം. മനസ്സിലായാലും അപ്പോഴേക്കും വേറെ ആരെങ്കിലും പറയും, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാലേ നീ ദൈവത്തെ പോലെ ആകുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാലേ ആദത്തിന് പറ്റിയ മാതിരിയാവും. നോക്കിക്കോ, നീ പാപിയാണ്, നീ മനുഷ്യനാണ്, നീ ബലഹീനനാണ്, നിന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല, നിന്നെ പെറ്റത് തന്നെ നശിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കണത്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഇറങ്ങണില്ല? ഹൃദയത്തിൽ മുഴുവനും മുള്ളും മുൾച്ചെടിയുമാണ്. മുള്ളും മുൾച്ചെടിയും കല്ലും പാറയുമാണ് കിടക്കുന്നത്. മനസ്സിലായോ? മാംസളമല്ല ഹൃദയം. മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കർത്താവേ, അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇന്നും നമ്മളൊരു ധ്യാനം കൂടാൻ പോയാൽ ആദ്യത്തെ 3 ദിവസം മുഴുവനും മോശയുടെ നിയമമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അവസാന ദിവസം യേശു രക്ഷകൻ എന്ന് പറഞ്ഞ് 1 മണിക്കൂർ ക്ലാസ് എടുത്തു. യേശു രക്ഷകൻ. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇതാണ്, ഈ പെണ്ണ് മോശയുടെ നിയമത്തെക്കുറിച്ചോ നമ്മൾ എന്ത് ചെയ്യണമെന്നെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അവൾ യേശുവിനെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അത് നല്ല പോയിൻ്റാണ്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം പറയേണ്ടത്, അവൾ വേറെ ആരെക്കുറിച്ച് കേട്ടിട്ടില്ല. അതാണ് പ്രശ്നം. അവൾ വേറെ ആരെക്കുറിച്ച് നമ്മളുള്ളതില്ലാത്തതെല്ലാം കേൾക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണം? ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരി പറയാണ്, ബ്രദറേ, ഇത് എൻ്റെ നാത്തൂൻ കൂടോത്രം ചെയ്തുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നം മുഴുവനും എൻ്റെ നാത്തൂൻ കൂടോത്രം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ബ്രദറൊന്ന് അവരെ ബന്ധിച്ച് പ്രാർത്ഥിപ്പിച്ച്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് നമ്മളിലുള്ള അന്ധവിശ്വാസമെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ
പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൊറിന്ത്യർ 13:5 പറയണതിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? അവിടെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാം. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? അവിടെ വേറൊരു ഭാഷയും കൂടി ചേർക്കാം. നിങ്ങളിൽ എന്തെല്ലാം, ആ വാക്ക് പോലും എൻ്റെ പുറത്ത് പോയല്ലോ അന്ധവിശ്വാസങ്ങൾ, നിങ്ങൾ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചറിയുവിൻ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒന്ന് പരിശോധിക്കണതാണ് നല്ലത്. നമ്മളിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഞാനിത് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് തന്നെ വലിയൊരു ഉൾക്കാഴ്ച കിട്ടുകയാണ്. എല്ലായിടത്തും പറയണത് തൽക്ഷണം അവർ ചോദിച്ച കാര്യം നടത്തും. തൽക്ഷണം എന്നുള്ള വാക്ക് എല്ലായിടത്തും ഉണ്ട്. ഇവിടെയും കാണും തൽക്ഷണം. തൽക്ഷണം കണ്ടോ 29. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഇപ്പം ഇതുവരെ കേട്ട എല്ലാ എക്സാമ്പിളുകളിലും ഈ വാക്ക് കോമൺ ആണ്, തൽക്ഷണം. എന്തുകൊണ്ടാണ്? അവരുടെ അകത്ത് വേറെ അന്ധവിശ്വാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണതാണ്. നമ്മളുടെ അകത്ത് കുറേ അന്ധവിശ്വാസങ്ങൾ കിടക്കുകയാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റുവിൻ. നമ്മൾ വിശ്വാസത്തിൽ വളരണമെങ്കിൽ, ഞാനിത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മൾ വിശ്വാസത്തിൽ വളരണമെങ്കിൽ നമ്മളിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കൂ. ഞാനിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരു സംഭവം വരികയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോൾ ഇത് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തോന്നിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെ കൾച്ചറിലുള്ള ഒരു കാര്യമാണ്. കുറ്റമായിട്ട് പറയല്ല, ആരെയും വിമർശിക്കുകയല്ല, ആ സംഭവം തന്നെ പറയാം. ആ സംഭവം ഡിവൈനിൽ വെച്ച് ഉദ്യോഗസ്ഥ കൂട്ടായ്മയ്ക്ക് ഉള്ള ധ്യാനം നടത്തുമ്പോൾ 5000-ഓളം ഉദ്യോഗസ്ഥരാണ്, വലിയ ഉദ്യോഗസ്ഥർ. അപ്പോൾ അതിലൊരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ബ്രദറെ, എല്ലാവരും ഇങ്ങനെ ഈശോനെ കുറിച്ചൊക്കെ പറയണമാതിരി എനിക്കും പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റണില്ല. ഞാൻ 10ാം ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണത്, 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ ടീച്ചറാണ്, പക്ഷെ എനിക്ക് ഈശോനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ബ്രദറൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, എന്താ കാര്യം? പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, സിസ്റ്റർ എങ്ങനെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി കൊടുത്തത്? ഇപ്പം ഞാൻ പറയും, അതൊന്നും നിങ്ങളറിയണ്ട എന്ന് പറയും. ഇത്രയും എനിക്ക് ഈശോനെക്കുറിച്ച് പറയാനുള്ള അവസരം ഉണ്ടായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾ വന്നിട്ട് എൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ക്രൂശിത രൂപം എടുത്തുകൊണ്ട് ചോദിക്കും, ഇതാരാണ്, ഇതെന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോഴും ഞാൻ പറയും, അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. ആത്മാർത്ഥമായ ഒരു വേദനയല്ലേ ആ പറയണത്. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ ആ ഡെവലപ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വീണ്ടും അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസം നിർവീര്യമൊന്നാവില്ല. വിശ്വാസത്തെ അനുസരിച്ച് നമുക്ക് മിണ്ടാൻ പറ്റാത്ത തരത്തിൽ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും, അപ്പോൾ അങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ ഉടനെ അവർക്ക് പരിഹാരം കൊടുക്കണം, ഉടനെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഉടനെ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടി ചോറ്റും പാത്രവും പുസ്തകവും കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ഒരു രംഗം. അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്റ്റാച്ചു, അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുകയാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഞാൻ ചോദിച്ചു, സിസ്റ്റർ കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ വഴിക്കൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു അവിടെ, ശ്രീനാരായണ. പിന്നെ അതെല്ലാ ദിവസവും കണ്ടുകൊണ്ടല്ലേ പോണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ,
1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള 10 വർഷം എല്ലാ സ്കൂൾ ദിവസവും പോകുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് പോണത്. അപ്പോൾ അത് ഇൻഅഡ്വർട്ടൻ്റ്ലി, അത് നമ്മളറിയാതെ അതാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു 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 അവസ്ഥ. അതുകൊണ്ടാണ് നവീകരണം തുടങ്ങിയപ്പോൾ നമ്മൾ മതിലുമൊക്കെ വചനം എഴുതി വയ്ക്കണത്. ആ വചനം എഴുതി വച്ചിരിക്കുന്ന വചനം കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ കടന്ന് അവരിൽ സ്വാധീനം ചെലുത്താം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ വന്ന സ്വാധീനമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. 10 വർഷം സ്കൂളിൽ പോയപ്പോൾ, പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ആ കുഞ്ഞിൻ്റെ വിളി സിസ്റ്ററാകാൻ തന്നെയുള്ള വിളി സിസ്റ്ററാക്കി. അവസാനം ആ അകത്ത് കെട്ടിക്കിടക്കുന്ന ആ അന്ധവിശ്വാസം, എന്താണ് അന്ധവിശ്വാസം? അതിൽ നല്ല കാര്യമല്ലേ? നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യം, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ അതാണ് ഫിലോസഫി. അതൊരു ഫിലോസഫിയാണ്. അത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ വചനവുമായിട്ടൊരു ബന്ധമില്ല. അത് ലോകത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന കാര്യത്താണ് പറയണത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷേ എന്താണ് അപ്പോൾ അവിടുത്തെ കുറവ്? മനുഷ്യൻ നന്നാകണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള രഹസ്യം മനസ്സിലാകണം. യേശുക്രിസ്തുവിനെ കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നാകാൻ അവന് സ്വയം നന്നാക്കാൻ പറ്റുമോ? അവൻ നന്നാകാൻ അവനിലുള്ള ദൈവത്തിൻ്റെ കൃപയല്ലേ അവനെ നന്നാക്കുന്നത്. ആ കൃപ എവിടെ നിന്നാണ് ഉണ്ടാകണത്? അപ്പോൾ അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു. വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം ബ്രദറെ പിന്നെ? അപ്പോൾ അതെങ്ങനെ ഇനി പോകും? വിഷമിക്കണ്ട. അതിനാണ് ആ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസം കൊടുത്തു. അപ്പം തന്നെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു, മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണേ. അങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ആദ്യം രൂപം കൊണ്ടത് തന്നെ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. അപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു, ഈശോയെ, ആ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അവരുടെ മനസ്സിലും ഉപബോധ മനസ്സിലും കിടക്കുന്ന ആ പിതാവിനാൽ നടാത്ത ചെടി പിഴുതു മാറ്റണമേ. ഇതിനെ നമുക്ക് എണ്ണി എണ്ണി പിഴുതു മാറ്റണമെന്നില്ല. ചിലത് എണ്ണി പിഴുതു മാറ്റേണ്ടി തന്നെ വരും. ചില കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇന്നലെ എന്നോടൊരു സഹോദരി ചോദിച്ചാണ്, ബ്രദറെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ടും ഇത് നടക്കാത്ത എന്താ? നടക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് മന്ദീഭവിപ്പിക്കുന്ന തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങളും, എനിക്ക് അന്ധവിശ്വാസം എന്നുള്ള പേര് തന്നെ എനിക്ക് കിട്ടണില്ല ശരിക്കും, അന്ധവിശ്വാസങ്ങൾ നമ്മളിൽ കിടക്കണം. സൂപ്പർസ്റ്റീഷ്യസ് തിങ്കിങ്. ഇത് നമ്മളിപ്പോൾ അത് മുഴുവനൂടെ ഞാൻ പറയുന്നില്ല, പിന്നെ അത് ഓരോരുത്തരുടെ തലയിൽ കയറും. മറിച്ച് നമ്മൾ ആ വിശുദ്ധീകരണ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എൻ്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും കിടക്കുന്ന തെറ്റായ ചിന്തകളും ബോധ്യങ്ങളെയും അങ്ങ് വെളിപ്പെടുത്തി തരണേ, അങ്ങത് പിഴുതു മാറ്റണേ. അവിടെയാണ് സമയം കൂടുതൽ എടുക്കണ്ടേ. അപ്പോൾ അതിനെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ പഠിക്കുന്ന വിശ്വാസം ഒരു വശത്ത്, ഇനി അതിനെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിഴുതു മാറ്റപ്പെടണം. ഞാൻ ഇത്തിരി കൂടുതൽ പറഞ്ഞു പോയോ എന്നോട് ക്ഷമിക്കണം, അധിക പ്രസംഗമെല്ലാം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കേട്ട ഒരു കാര്യം, തൽക്ഷണം കുഷ്ഠരോഗി തൽക്ഷണം സുഖം പ്രാപിച്ചു. ജൈറസിൻ്റെ കൊച്ചിനെ ഉയർപ്പിച്ചു, തൽക്ഷണം കൊച്ചെഴുന്നേറ്റ് വന്നു. കാനാൻകാരി
അതാണ് തൽക്ഷണം അവരുടെ കൊച്ചു മാറി. ഇവിടെ ഈ രക്തസ്രാവക്കാരി തൽക്ഷണം. അപ്പോൾ അതെന്താ, കർത്താവ് പക്ഷപാതം കാണിക്കുമോ? എന്തുകൊണ്ട് നമുക്ക് തൽക്ഷണം സംഭവിക്കുന്നില്ല? വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഒരു കാരണം ഇതാണ്, നമ്മൾക്ക് വിശ്വാസമുണ്ട്, ഇവിടെ വസ്ത്രാന്തരത്തിൽ നിന്ന് തൊട്ടുകൊള്ളൂ, നമ്മളിൽ കർത്താവ് ഈശോ മിശിഹാ ജീവിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ആ ശക്തി നമ്മളിൽ നിന്ന് ഒഴുകുന്നില്ല? അതിന് കാരണം ഒരു കാരണം നമ്മളിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസങ്ങൾ. പ്രധാന അന്ധവിശ്വാസം ഇതാണ്, നമ്മൾ പാപിയും ബലഹീനനുമായ നമ്മളിൽ കർത്താവ് വസിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത് ശരിയാണോ ബ്രദറെ? ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഇത് എങ്ങനെ ശരിയാവും? ഇതെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അതുകൊണ്ടാണ് പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങണമെന്ന് പറയുന്നത്. പ്രബോധനം എന്ന് പറയുന്നു, ആ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ മനസ്സും ബോധ്യവും പ്രബോധനത്തിനെ കോർത്ത് കൊണ്ടുപോകണം. പ്രബോധനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ ആ ആധികാരികതയെ നമ്മൾ മനസ്സിലാവുള്ളൂ. നമ്മളത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഞാനൊന്ന് വീണ്ടും ഓർമ്മിക്കുകയാണ്. 156 CCC 156 154 പറയുന്നത്. ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു. മനസ്സിലാവുന്നു? നമുക്ക് മനസ്സിലായി എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കണ്ടോ, നമുക്കൊരു കാര്യം, ഒരു പ്രബോധനം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അത് ശരിക്കും മനസ്സിലായി. പക്ഷെ അതല്ല നമ്മെ പ്രേരിപ്പിക്കുന്നത്, വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യുത ആ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അത് മനസ്സിലായി, അപ്പോൾ ഉടനെ അതെവിടെ എഴുതിയേക്കണേ? അതാരാ പറഞ്ഞേ? അത് ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് കാറ്റഗറിസ്റ്റിലുണ്ടോ? എത്രാമത്തെ നമ്പറാ? ഇന്ന് ഒന്ന് കാണട്ടെ. അപ്പോഴാണ് അത് വിശ്വാസമാവുന്നത്. നമ്മൾ മനസ്സിലായതുകൊണ്ട് പോരാ, അതെന്ത് ബേസിസിലാണത് പറയുന്നത്? ആരാണത് പറയുന്നത്? അതെനിക്ക് കിട്ടിയ പ്രൈവറ്റ് വെളിപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് കിട്ടിയ വെളിപാടാണ്, ഇന്ന പുസ്തകത്തിൽ വായിച്ചതാണ്. ആ പുസ്തകം ആരുടെയാണ്? അപ്പോൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, അതിന് ആധികാരികതയില്ല. സഭയുടെ ആധികാരിക പ്രബോധനത്തിൽ നിന്ന് ഉണ്ടോ അത്? ഓക്കെ, അപ്പോൾ ഇത്തിരി കൂടി പോയൊന്നും സംശയമുണ്ട്. എങ്കിലും ഇത് എന്തുകൊണ്ട് ഈ രക്തസ്രാവക്കാരിക്ക് തൽക്ഷണം കിട്ടി? അവളെ യേശുവിനോടൊരു അനുവാദം ചോദിച്ചില്ല. അവൾ പതുക്കനെ പുറകുവശത്ത് കൂടി വന്നൊന്ന് തൊട്ടു. ഉടനെ ശക്തി പുറപ്പെട്ടു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈശോയുടെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. ആരോ വിശ്വാസത്തോടെ എന്നെ തൊട്ടു. ഈ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇതിനകത്ത് ആരോ ഒരാൾക്ക് എന്നെ നല്ല വിശ്വാസമുള്ള ഒരാളുണ്ട്. ക്ഷമിക്കണം, ഞാനിങ്ങനെ ചിരിക്കണതിന്. ഇത്രയും അപ്പോൾ പത്രോസും കൂട്ടരും പറയണം, ഇതെന്താ കർത്താവ് ഇങ്ങനെ പറയണേ? ആൾക്കാർ അങ്ങയുടെ മേൽ ഉന്തി തള്ളി ബഹളം ഉണ്ടാക്കണം. എന്നിട്ട് ആരാ തൊട്ടണമെന്ന് പറയണം. കണ്ടോ? അപ്പോൾ ഒന്ന് തൊട്ടാലും കർത്താവ് തൊടുന്ന കാര്യമല്ല, നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിനെ തൊടുന്ന കാര്യമാണ്. അപ്പോൾ
ഈശോ പറയാണ്, ആരോ എന്നെ തൊട്ടു, അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു. അവൾ വിശ്വസിച്ചെന്ന് പോലും എഴുതിയിട്ടില്ല ഇവിടെ. അവൾ വിചാരിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ വിമുക്തമായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ ശരീരത്തിൽ രക്തസ്രാവം മൂലം ശരീരത്തിൽ ഒരനുഭവം അവൾക്കുണ്ടായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി പെട്ടെന്ന് അവൾക്ക് രോഗം മാറിയെന്ന്. യേശു ആകട്ടെ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? യേശുവിൻ്റെ ശക്തിയുടെ പ്രവാഹം യേശുവിൻ്റെ ശരീരത്തിൽ നിന്നല്ല, മാത്രമല്ല യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്ന് പോലും ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും വിശ്വാസത്തോടെ തൊട്ടാൽ, ഇതൊക്കെ എന്തോ ഒരു വലിയ രഹസ്യമാണ്. ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവനും നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി. ആരാണത്? ആക്ച്വലി അവിടെ മനസ്സിലാക്കണം, ഈശോന് അറിഞ്ഞൂടെ? ഈശോനറിയാം ആരാണെന്ന്. ഈശോന് പറയാം, ദേ ആ സഹോദരി കൊണ്ടുവന്നേ. പക്ഷേ ഈശോ ആ വ്യക്തിയുടെ അധരത്തിൽ നിന്നും അത് പ്രഖ്യാപിക്കപ്പെടാൻ ആഗ്രഹിക്കണം. അതാണ് സാക്ഷ്യം. ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗശാന്തിക്കൊക്കെ വേണ്ടി. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യമൊന്നുമല്ല അവർ പറയണത്. ഒരു പുതിയ മരുന്ന് കിട്ടിയിട്ടോ, ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കിട്ടി, അത് കഴിച്ചപ്പോൾ ആശ്വാസമുണ്ട്. എന്നാൽ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചത് കൊണ്ട് ആശ്വാസം ഉണ്ടെന്നോ, ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്വാസം ഉണ്ടെന്നോ പറയുന്നുണ്ടാവും ചിലവരൊക്കെ. പക്ഷെ ചിലവർ അതൊന്നും പറയില്ല. അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരിഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ വീട്ടിലൊരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ മീഡിയയിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശ്വാസം ഉണ്ടായെന്ന് പെട്ടെന്ന് പറയില്ല. അതെ, ഒരു പുതിയ മരുന്ന് കിട്ടി, അത് കൊടുത്തപ്പോൾ ഒരാശ്വാസമുണ്ട്. മരുന്നിലൂടെ ആശ്വാസം ഉണ്ടായാലും സൗഖ്യവും തരുന്നത് കർത്താവാണെന്ന് ഇപ്പോഴും നമ്മളെ ആളുകൾക്ക് പറയാനായിട്ട് വായ തുറക്കണില്ല. കർത്താവിൻ്റെ നാമം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്ന് ഏറ്റു പറയാൻ നമുക്കിത്തിരി പ്രയാസമാണ്. കർത്താവിനെ അങ്ങ് മഹത്വപ്പെടുത്താൻ അത്രയുള്ള നമ്മുടെ വിശ്വാസം. ആ ക്രെഡിറ്റ് കർത്താവാണ് അവിടെ സൗഖ്യപ്പെടുത്തുന്നതെന്നും കർത്താവിൽ നിന്നുള്ള ശക്തിയാണ് അവിടെ പ്രവർത്തിക്കണമെന്നും നമ്മളെ വിശ്വാസികൾക്ക് പറയുന്നില്ല. ആരെങ്കിലും പറയണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ക്രിസ്ത്യാനി ആയിട്ടുള്ളവരാ പറയണത്, ട്രഡീഷണൽ ആയിട്ടുള്ളവർ. അത് പിന്നെ അറിഞ്ഞൂടെ കർത്താവ്? അതങ്ങ് അധരത്തിൽ നിന്ന് വരുന്നില്ല. ഇവരൊരു വിജാതീയ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരു ചമ്മലുമില്ല അത് പറയാൻ. നമുക്ക് ചമ്മലാണ് അതൊക്കെ പറയാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചില അവസ്ഥ. ഇതെല്ലാം പറയണത് കുറ്റപ്പെടുത്താനല്ല, നമ്മളിൽ എന്താ വളരേണ്ടത്? നമ്മൾ യേശുവിന് വേണ്ടി നമ്മുടെ അധരം തുറക്കാൻ തയ്യാറാകണം. നമ്മുടെ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ വിശ്വാസം, അത് പ്രവൃത്തിയിലും അധരത്തിലും വരണം. ഇതാ അവിടെ പറയാണ്, പെട്ടെന്ന് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ, എന്നിട്ട് ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നു?
ആരാണത് ചെയ്തെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറയ്ക്കാൻ കാരണം അങ്ങനെ തൊടാൻ പാടില്ല, ചോദിക്കാണ്ട തൊട്ടത്. അതുകൊണ്ടതുള്ള ഭയത്ത് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമായിട്ട് ആരാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാൽക്കൽ വീഴുന്നത്. ഈ എല്ലാ സംഭവങ്ങളിലും, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലുമുള്ള മറ്റൊരു കോമൺ ഫാക്ടർ കാൽക്കൽ വീണു എന്നുള്ളതാണ്. കാൽക്കൽ വീണു. ഇവിടെ കാൽക്കൽ വീഴാൻ ഇപ്പോഴാണ് അവസരം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ കാൽക്കൽ വീണ് തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം നിന്നെ സൗഖ്യപ്പെടുത്തി എന്നല്ല ഈശോ പറയണേ, കണ്ടോ? അവൾക്ക് കിട്ടിയ സൗഖ്യമാണ്. അപ്പോൾ സൗഖ്യം, ശാരീരികമായ സൗഖ്യം കിട്ടുന്നതും ആത്മാവിലൂടെയാണ്. നമ്മൾ ഇന്നലെ വിശുദ്ധ റെമേജിയോസ് പിതാവിൻ്റെ ആ പ്രബോധനത്തിൽ നമ്മൾ കേട്ടു, സൗഖ്യം ബാഹ്യമായിട്ടായാലും അത് അന്തരാത്മാവിനെ സ്പർശിച്ചിട്ടാണ് ശരീരത്തിലേക്ക് വരുന്നത്. എല്ലാ സൗഖ്യവും ആത്മാവിനെ തൊട്ടിട്ടാണ് വരുന്നത്. യേശു നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. യേശു സംസാരിച്ചുകൊണ്ടിരിക്കെ സിനഗോഗ് അധികാരി. അപ്പോൾ ആ എപ്പിസോഡ് കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കണില്ല? ഞങ്ങൾ തൊടുക മാത്രമല്ല, ഞങ്ങൾ അങ്ങയെ ഭക്ഷിക്കുകയാണ്. ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ് സ്നേഹമുള്ളവരെ. ഇത് ശരിക്കും ഇതിനു വേണ്ടി തന്നെ കുറേ നാൾ പ്രാർത്ഥിക്കണം നമ്മൾ. എന്തുകൊണ്ട് എനിക്കിതൊന്നും എന്നിലിത് നടക്കണില്ല? ഞാൻ അങ്ങയെ ശരീരവും രക്തവും, അതുമാത്രമല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടും നമുക്കൊന്നും സംഭവിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. നമ്മൾ ഓരോരോ കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ. ചിലർക്ക് ഒട്ടും പ്രത്യാശയില്ല വിശ്വാസം ഉണ്ടെങ്കിൽ. ചിലർക്ക് വിശ്വാസവും പ്രത്യാശയും ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ വായ തുറന്നാൽ തെറിയല്ലാതെ വരില്ല. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് നമ്മുടെ ഉള്ളിൽ ഇനിയും ആന്തരികമായി വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ. അതാണ് ഒരു മുദ്രാവാക്യം നമ്മുടെ ഇതാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ കർത്താവ് ജീവിക്കുന്നു, നാം കർത്താവിൻ്റെ ഉള്ളിലും ജീവിക്കുന്നു. എന്നിട്ടും നമ്മൾക്കൊരത്ഭുതം നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളിൽ ഇതുപോലെ ഒഴുക്കുണ്ടാവുന്നില്ല, ഇതുപോലെ സ്പർശനം ഉണ്ടാവുന്നില്ല. കർത്താവേ, എൻ്റെ ഉപബോധ മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ കിടക്കുന്ന അന്ധവിശ്വാസങ്ങളും തെറ്റായ ചിന്തകളും വിശ്വാസത്തെ തളർത്തുന്ന രീതിയിലുള്ള പല അബദ്ധധാരണകളെയും പിഴുതു മാറ്റണമേ. വായു നമുക്ക് പ്രാർത്ഥിക്കാം.